കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വചനം പഠിക്കണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വന്ന ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇങ്ങനെ ഒരു അവസരം കൂടെ തന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7:30 മുതൽ ഇവിടെ വെച്ച് നടക്കുന്ന ഈ വേദവചന പഠന ക്ലാസ്സുകളിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാധാരണ ഒരു ബൈബിൾ സ്റ്റഡി ഏതെങ്കിലും ബുക്കുകൾ എടുത്ത് പഠിക്കുന്ന പോലെ അല്ലല്ലോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായി വേദ പുസ്തകത്തിന്റെ ആധികാരികത, ദൈവത്തെ പറ്റിയുള്ള ചില പഠനങ്ങൾ, ക്രിസ്തുവിനെ പറ്റിയുള്ള ചില പഠനങ്ങൾ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പഠനങ്ങൾ, സഭയെ പറ്റിയുള്ള ചില പഠനങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പുതുതായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് സാധാരണ ഒരു ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, വിടുതൽ തരുന്ന അങ്ങനെ ഒരു ആലോചനയോ ക്ലാസ്സുകളോ അല്ല ഇവിടെ നടക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കേണ്ടുന്ന ചില പഠന ക്ലാസ്സുകളാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് വല്ല ബോറിംഗ് ആയിട്ട് വല്ലതും തോന്നിയാൽ തന്നെ പേടിക്കേണ്ട. അടുത്ത ക്ലാസ്സുകൾ ഓരോ പ്രാവശ്യവും സന്തോഷകരമായതും അല്ലാത്തതും, കാരണം ഇത് ഇൻഫോർമേറ്റീവ്. ഈ ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗിവ് യു ഇൻഫർമേഷൻസ്, കൂടുതൽ വിവരങ്ങൾ തരിക എന്നുള്ളതാണ്. അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നടക്കുന്ന ബൈബിൾ ക്ലാസ് മൂലം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. അതിനുവേണ്ടി നമ്മൾ നിർബന്ധിതരാകും. കാരണം ഇത് വാസ്തവമാണെന്ന് മനസ്സിലായാൽ ആർക്കും തന്നെ പിന്മാറുവാനായിട്ട് കഴിയുകയില്ലല്ലോ. അതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ദൈവവചനത്തിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. വേദപുസ്തകത്തിന്റെ പ്രത്യേകതകൾ മാത്രമല്ല, നമ്മൾ വേദപുസ്തകത്തിന്റെ കാനോനിസിറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു മെഷറിംഗ് റോഡായി, ജീവിതത്തിന്റെ ഒരളവ് കോലായി ഈ വേദപുസ്തകം തീരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. കാരണം വേദപുസ്തകത്തിന്റെ പ്രത്യേകതകൾ തന്നെ ഇതിന്റെ മെഷറിംഗ് റോഡാണ്. മാത്രമല്ല, വേദപുസ്തകത്തിൽ ഇപ്പോഴുള്ളത് 66 പുസ്തകങ്ങളാണ്. 66 പുസ്തകങ്ങളിൽ പഴയ നിയമമായി 39 പുസ്തകങ്ങളും പുതിയ നിയമമായി 27 പുസ്തകങ്ങളായും തിരിച്ചിരിക്കുന്നു. ഈ പഴയ പുതിയ നിയമ പുസ്തകങ്ങളെ ലോക അന്ത്യം വരെയും ദൈവവചനമായി അംഗീകരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രേരിതമായി ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന കൗൺസിലുകളാണ് ഈ തിരുവചനം ഇത് മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി തെളിയിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ അന്ന് സംഘടനകളോ സഭകളുടെയോ പ്രതിനിധികൾ ഇല്ലായിരുന്നു. അന്ന് സഭയെ മൊത്തത്തിൽ സാർവത്രിക സഭ എന്ന് മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ സഭയ്ക്ക് സാർവത്രികം എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ കാത്തലിക് എന്ന് അറിയപ്പെടുന്നു. കാത്തലിക് ചർച്ച്, അല്ലെങ്കിൽ ഇന്ന് കാത്തലിക് ചർച്ച് എന്നതിനെ അറിയപ്പെടുന്നു. ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന വിശുദ്ധ സഭാ പിതാവാണ് ഈ പേര് ആദ്യമായി പ്രൊനൗൺസ് ചെയ്തത്, ആദ്യമായി ഉച്ചരിച്ചത്. കാരണം ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് യേശുതമ്പുരാന്റെ കാൽവറി ക്രൂശിലെ മരണത്തിന് ശേഷം, യേശുതമ്പുരാൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, യെരുശലേമിൽ പുതിയ നിയമസഭ ആരംഭിക്കുന്നു. ഈ യെരുശലേമിൽ ആരംഭിച്ച സഭ ദൈവദാസന്മാർ പരിശുദ്ധാത്മ പ്രേരിതമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ കേരളത്തിലേക്ക് കടന്നു വന്നു, ഭാരതത്തിലേക്ക് കടന്നു വന്നു. AD 52 അങ്ങനെ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 52 വന്ന് അങ്ങനെ അപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയും, വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രത്യേകാൽ അതിന് കാരണമുണ്ട്. AD 70 തീത്തോസ് എന്ന ചക്രവർത്തിയുടെ അല്ലെങ്കിൽ സേനാധിപന്റെ നേതൃത്വത്തിൽ യഹൂദന്മാരെ ചിതറിച്ചു കളയുകയും, മാത്രമല്ല യഹൂദന്മാർ ചെന്നിടത്തൊക്കെ ഏക മശിഹയെ പറ്റിയുള്ള പ്രചരണം നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞുടനെ ഒരു മശിഹ, ഒരു രാജാവ് വരാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷ, ഏക ദൈവ വിശ്വാസം ജാതികളുടെ ഇടയിൽ ആദ്യം പ്രചരിപ്പിച്ചത് യഹൂദന്മാരാണ്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ക്രിസ്ത്യാനികൾക്ക് വളരെ പീഡനങ്ങൾ ഉണ്ടായി. ക്രിസ്ത്യാനികളുടെ തല ഛേദിക്കപ്പെട്ടു, ശരീരം മുറിക്കപ്പെട്ടു, ചിലരെ തീയിൽ എറിയപ്പെട്ടു,
ചിലരെ മൃഗങ്ങളുടെ പച്ചത്തോലിൽ ചുരുട്ടി അവരെ ഉണക്കി അതിനകത്ത് തന്നെ ഞെരിഞ്ഞ് ക്രിസ്ത്യാനികൾ മരിക്കത്തക്ക നിലയിൽ ക്രമീകരിച്ചു. ഇൻ ദ ടെസ്റ്റമെന്റൽ പീരീഡിൽ, പുതിയ നിയമ സഭ ഉണ്ടാകുന്നതിന് മുൻപേ അപ്പോക്രിഫൽ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന, മക്കാബിയരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, ഒരു സ്ത്രീയെയും 7 മക്കളെയും പറ്റി അവിടെ കാണുന്നുണ്ട്. അതിൽ ഓരോ വ്യക്തി ദൈവത്തിന്റെ നാമം ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മൂത്ത മകന്റെ നാവും കൈയും വെട്ടിനുറുക്കി. അതിനുശേഷം അവനെ കൊന്നു. രണ്ടാമത്തെ മകനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. ജ്യേഷ്ഠൻ പോയ പാതയിൽ തന്നെ പോകുമെന്നറിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവന്റെ നാവും കൈയും ആദ്യമേ വെട്ടിമാറ്റി. കാരണം യേശു അല്ലെങ്കിൽ ദൈവം ഏക ദൈവം എന്ന് പറഞ്ഞതിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ അവനെ വെട്ടി നുറുക്കി കൊല്ലുവാനിടയായി തീർന്നു. വെട്ടിനുറുക്കിയല്ല, ഈ നാവും കൈയും വെട്ടിനുറുക്കി. പിന്നെ അവരെ കൊന്നതെന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്താണ്. ചട്ടുകങ്ങൾ പഴുപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ പാത്രങ്ങൾ പഴുപ്പിച്ച് അതിനകത്ത് ഫ്രൈ ചെയ്ത് വറുത്ത് കൊല്ലുകയായിരുന്നു. ഇങ്ങനെ 7 മക്കളും കൊല്ലപ്പെട്ട സ്ഥിതിയിൽ എട്ടാമത്തെ ഏറ്റവും ഇളയ മകനോട് ലാസ്റ്റിൽ ചക്രവർത്തി പ്രേരണ നൽകി, നിങ്ങൾ ഇതിൽ നിന്ന് മാറണം. അഗസ്റ്റസ് പ്രേരണ നൽകി, ഇതിൽ നിന്ന് മാറണം, നിങ്ങൾ അല്ലെങ്കിൽ ഇതേ അവസ്ഥ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവൻ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ മാതാവിനെ വിളിച്ച് ഉപദേശിച്ചു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മകനെ ഉപദേശിക്കണം എന്ന് പറഞ്ഞ് ഈ മാതാവിനെ നിർബന്ധിച്ചപ്പോൾ മാതാവ് ഏറ്റു, ഓക്കെ, ഇളയ മകനെ ഉപദേശിക്കാം. പക്ഷെ ഇളയ മകൻ വന്ന് എന്റെ അടുക്കൽ വന്ന് മാതൃഭാഷയിൽ ഈ അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ, നീ ഇപ്പോൾ പിന്മാറിയാൽ നിനക്ക് ഈ ഭൂമിയിൽ സമ്പത്തും സ്വത്തും ഒക്കെ കിട്ടിയെന്ന് വരും, സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരും, നീയും ഞാനും ഒരുപക്ഷെ രക്ഷപ്പെട്ടെന്ന് വരും. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നിന്റെ ജ്യേഷ്ഠന്മാർ ധീരതയോടുകൂടെ അവരേറ്റു പറഞ്ഞ വിശ്വാസം, അവര് ഫ്രൈങ് പാനിൽ വറുക്കപ്പെടുവാനായിട്ട് ഓർഡർ ഉണ്ടായിട്ടും ആ മരണം അവർ വരിക്കേണ്ടി വന്നിട്ടും ദൈവത്തിന്റെ നാമത്തെ ഘോഷിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് അവർ ഏറ്റു പറഞ്ഞ വിശ്വാസം, അത് നീ തള്ളിപ്പറഞ്ഞാൽ ഒരിക്കൽ പോലും നിന്റെ സഹോദരന്മാരെ ഇനി മേലിൽ നിനക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഞാൻ നിനക്ക് ധൈര്യം പകരുന്നു, നീയും അതുപോലെ തന്നെ നിന്റെ ജ്യേഷ്ഠന്മാരെ പോലെ തന്നെ മരിക്കുക, വിശ്വാസത്തിനു വേണ്ടി മരിക്കുക. അങ്ങനെ വിശ്വാസത്തിനു വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ ഈ സ്ത്രീയും ഈ കുഞ്ഞുങ്ങളോടൊപ്പം മരിക്കുന്നതായി നമുക്ക് കാണുന്നു. ഞാൻ പറഞ്ഞു വന്ന് ദൈവവിശ്വാസത്തിനു വേണ്ടി അനേകർ വിവിധ നിലകളിൽ ജീവനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ 5 വയസ്സുള്ള സിറിൽ എന്ന് പറയുന്ന പൈതൽ മുതൽ പ്രായമുള്ള 84 വയസ്സുള്ള പോളികാർപ്പ് വരെ തീക്കകത്ത് ഫർണസിലേക്ക് എറിയപ്പെട്ട് ബന്ധ മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തിനും നമുക്കറിയാവുന്നത് കൊണ്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. റോമൻ ചക്രവർത്തിമാരുടെ പ്രത്യേക പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഇന്ന് ട്യൂബ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളെയാണ് അന്ന് പെട്ടെന്ന് വെന്തറിയാത്ത സാധനങ്ങൾ ചുറ്റി അവരെ തീ കൊളുത്തി മണിക്കൂറുകൾ നിർത്തി ആ പ്രകാശത്തിൽ റോമൻ ചക്രവർത്തിമാരുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, പ്രത്യേക പ്രോഗ്രാമുകൾ അവരുടെ സ്റ്റേഡിയത്തിൽ നടത്തിയിരുന്നു. വിശന്നു പൊരിയുന്ന മൃഗങ്ങളുടെ മുൻപാകെ ക്രിസ്ത്യാനികളെ വലിച്ചെറിഞ്ഞിരുന്നു. ഇങ്ങനെ ജീവൻ കൊടുത്ത് സഭ വിവിധ സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ വിശ്വാസികൾ ഓരോരുത്തരും മരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ സഭകൾ ധാരാളമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായപ്പോൾ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് ആശ്ചര്യപ്പെട്ട് വിളിച്ചു പറഞ്ഞു, നൗ ചർച്ച് ഈസ് കാത്തലിക്. സഭ ഇപ്പോൾ സാർവത്രികമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യെരുശലേമിൽ തുടങ്ങിയ സഭ, ക്രിസ്തുവിന്റെ സഭ ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ മുക്കിലും മൂലയിലും ക്രിസ്തീയ സഭ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഭ ഇന്ന് യെരുശലേമിലെ സഭയല്ല, അന്ത്യോക്യയിലെ സഭയല്ല, കൊരിന്തിലെ സഭയല്ല, തെസലോനിക്കയിലെ സഭയല്ല, ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നൗ ചർച്ച് ഈസ് കാത്തലിക്. അന്ന് സഭാപിതാക്കന്മാർ സഭയുടെ നാമവിശേഷണം അല്ലെങ്കിൽ വിശേഷണമായിട്ടാണ്, മാർക്കായിട്ടാണ് കാത്തലിക് എന്ന വാക്ക് ഉപയോഗിച്ചത്. പക്ഷെങ്കിൽ ഇന്ന് വ്യത്യസ്തമായി കഴിഞ്ഞു. ഇഗ്നേഷ്യസ് ചർച്ച് ഈസ് കാത്തലിക് എന്ന് പറഞ്ഞെങ്കിൽ സഭ പുരോഗമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ, സംഘടനയായി മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതിനധികാരികൾ വന്നപ്പോൾ അതിന്റെ പേര് നേരെ തിരിച്ചിട്ടു, കാത്തലിക് ചർച്ച്. കാത്തലിക് ചർച്ച്. സഹോദരന്മാർ, എന്നോട് പിണങ്ങരുത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാസ്തവം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളല്ലോ. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കാത്തലിക് ചർച്ച് എന്ന പേരും മാറ്റി. ഇന്നിപ്പോൾ കാത്തലിക് ചർച്ച് എന്നാരും പറയാറില്ല, റോമൻ കാത്തലിക് ചർച്ച് എന്ന് മാത്രമേ പറയുകയുള്ളൂ.
RC ചർച്ച്, റോമൻ കാത്തലിക് ചർച്ച്. അതിന്റെ അർത്ഥം ഈ ചർച്ചിന്റെ എല്ലാം സൂപ്പർ പവർ റോമിലേക്ക് മാറ്റപ്പെട്ടു. വെസ്റ്റ് ഈസ്റ്റേൺ ചർച്ചസും വെസ്റ്റേൺ ചർച്ചസും രണ്ടായിട്ട് സഭാ ചരിത്രത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെസ്റ്റിന്റെ കേന്ദ്രമായി റോം മാറ്റപ്പെട്ടു. റോം മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ബിഷപ്പിനെ ലേറ്റർ പീരീഡിൽ പോപ്പ് എന്നറിയപ്പെടുന്നു. ഇന്നും വാസ്തവത്തിൽ പോപ്പ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചാൽ അതിന്റെ അടിയിൽ സൈൻ ചെയ്യുന്നത് ഒരിക്കലും പോപ്പ് എന്ന് സൈൻ ചെയ്യുകയില്ല, ബിഷപ്പ് ഓഫ് റോം എന്ന് മാത്രമേ എഴുതുകയുള്ളൂ. ബിഷപ്പ് ഓഫ് റോം, റോമിലെ ബിഷപ്പ്. അതുകൊണ്ട് റോമിലെ ബിഷപ്പിന് പവർ കൂടുകയും അവിടെ നിന്ന് കാത്തലിക് ചർച്ചിന്റെ സെന്ററായി മാറ്റപ്പെടുകയും അങ്ങനെ ചർച്ചുകൾ റോമിന്റെ പവർ ലോകത്തിന്റെ എമ്പാടും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 16-ാം നൂറ്റാണ്ടിനടുത്ത് വാസ്കോ ഡി ഗാമ 16th സെഞ്ചുറി അല്ലേ, സെഞ്ചുറി തെറ്റെങ്കിൽ ക്ഷമിക്കുക, 1-2 സെഞ്ചുറീസിന് വ്യത്യാസമുണ്ടെങ്കിൽ, പോർച്ചുഗീസ് ട്രേഡേഴ്സ് ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ ട്രേഡിനോടൊപ്പം തന്നെ ബിഷപ്സിനെ, പ്രീസ്റ്റിനെ ഇന്ത്യയിലേക്ക് ഇറക്കുകയും, അന്ന് ഞാനിത് വാസ്തവത്തിൽ ഈ പശ്ചാത്തലം പറയുന്നത് തുടർന്ന് ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങളുടെ ആധികാരികതയ്ക്ക് വേണ്ടി മാത്രമാണ്. അന്ന് ഒരു ഉദാഹരണം മാത്രം ഇന്ത്യയിൽ നിന്ന് ഞാൻ എടുക്കുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസിനെ റോം എന്ന പേര് കൊടുക്കാൻ വേണ്ടി തന്നെ, കാത്തലിക്സിന്റെ അധീനതയിൽ കൊണ്ടുവരാൻ തന്നെ അന്നുണ്ടായിരുന്ന കേരളത്തിലെ മലങ്കര ക്രിസ്ത്യൻസിനെയൊക്കെ ആ നിലയിൽ ശ്രമിക്കുകയും, എന്തിന് ഞാൻ വിശദീകരിക്കുന്നു, അതിന്റെ റിസൾട്ടായിട്ട് പരിണിത ഫലമായിട്ടാണ് കൂനൻ ക്രോസും ഒക്കെ ഉണ്ടായതെന്ന് സഭാചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ കാത്തലിക് ചർച്ച് എന്ന സംഘടനയായി, റോമൻ കാത്തലിക് ചർച്ച് എന്ന സംഘടനയായി ഇന്ന് നിൽക്കുന്ന രീതിയായിരുന്നില്ല 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അന്ന് കാത്തലിക് ചർച്ച് ഈസ് കാത്തലിക് എന്ന് പറഞ്ഞെങ്കിൽ ഇന്നതൊരു സംഘടനയായി മാറ്റപ്പെട്ട് RC ചർച്ചായി മാറ്റപ്പെടുകയാണ്. ഇന്നുണ്ടായിരുന്ന ഉപദേശങ്ങളിൽ അന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. നൂറ്റാണ്ടുകൾ ഓരോന്ന് കഴിയും തോറുമാണ് സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ ധാരാളമായി കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്ന കൂട്ടത്തിൽ വന്ന ഒരു കാര്യമാണ് അപ്പോക്രിഫൽ ബുക്കുകൾ വേദപുസ്തകത്തിന്റെ ഭാഗമായി തീർന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ, ഈ ആഴ്ചയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ട് അപ്പോക്രിഫ പുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ ഭാഗം അല്ല, ദൈവികമല്ല, ആധികാരികമല്ല എന്ന് പറയാമെന്നാണ്. ചർച്ചിന്റെ പ്രോഗ്രസ് അനുസരിച്ച്, ഗ്രോത്ത് അനുസരിച്ച് സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന കൗൺസിൽ ഓഫ് ട്രെന്റിൽ വെച്ച് ഉണ്ടായ ഒന്നാണ് 1546 കൗൺസിൽ ഓഫ് ട്രെന്റ്. ആ കൗൺസിലിൽ വെച്ചാണ് റോമൻ കത്തോലിക്ക ചർച്ച് ഡിക്ലെയർ ചെയ്തത്, പ്രഖ്യാപിച്ചത് അപ്പോക്രിഫൽ പുസ്തകങ്ങളും വേദപുസ്തകത്തിന്റെ ഭാഗമാണെന്ന്. അതിന്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല, 1500കളിലാണ് സഭയ്ക്കകത്ത് റോമൻ കത്തോലിക്ക ചർച്ചിനകത്തുള്ള ദുരുപദേശങ്ങൾക്കെതിരെ അതിനകത്തുള്ള പുരോഹിതന്മാർ തന്നെ വിരൽ ചൂണ്ടാൻ തുടങ്ങിയത്. ബെസ്റ്റ് ഉദാഹരണമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമുക്കറിയാം കാൽവിനുണ്ട്, അങ്ങനെ പല പ്രിയപ്പെട്ടവര്, ജെറോം എന്ന് പറയുന്ന ഈ ലാറ്റിൻ ട്രാൻസ്ലേഷൻ നടത്തിയ ജെറോമല്ല, ജെറോം എന്ന് പറയുന്ന കാത്തലിക് പ്രീസ്റ്റ്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ് മാർട്ടിൻ ലൂതർ. ഇങ്ങനെയുള്ള ആളുകൾ, നവീകരണ പിതാക്കന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, വേദപുസ്തകം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്കടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് എന്തെങ്കിലും ആധികാരികത ഉണ്ടെങ്കിൽ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറ്റുകയില്ല. വേദപുസ്തകം മാത്രം നമ്മൾ വിശ്വസിക്കണം, ഇതാണ് ആധികാരികം എന്ന് പറഞ്ഞു. അതുവരെ വിശ്വാസികൾ വേദപുസ്തകം വായിക്കാൻ പാടില്ല എന്ന നിയമമാണ് കത്തോലിക്ക ചർച്ചിൽ നിലനിന്നിരുന്നത്. ഒരു സമയത്ത് പോപ്പ് ഓർഡർ ചെയ്തു, വേദപുസ്തകമുള്ള വിശ്വാസികൾ എല്ലാവരും തന്നെ ആ വേദപുസ്തകം ബിഷപ്പുമാരെ തിരിച്ചേൽപ്പിക്കണം എന്ന ഓർഡർ വരെ കാത്തലിക് ചർച്ചിൽ സഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിശ്വാസികൾ വേദപുസ്തകം വായിക്കാൻ പാടില്ല, അത് പുരോഹിതന്മാർക്ക് മാത്രമുള്ള അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് നിലനിന്നിരുന്ന കാലത്താണ് മാർട്ടിൻ ലൂതർ എഴുന്നേറ്റ് പറഞ്ഞത്, എല്ലാ വിശ്വാസികളുടെ കയ്യിലും ഈ വേദപുസ്തകം എത്തണം, ഇതിന്റെ പരിഭാഷ എത്തണം, കാരണം ഓരോരുത്തരും മനസ്സിലാക്കണം വാസ്തവം എന്താണെന്നുള്ളത്. ഇങ്ങനെ വന്നപ്പോൾ സഭയ്ക്ക് അതൊരു ത്രട്ടായി മാറ്റപ്പെട്ടു, സഭയ്ക്ക് അതൊരു ഭീഷണിയായി മാറ്റപ്പെട്ടു. സഭയ്ക്ക് ഇത് ഭീഷണിയായി മാറ്റപ്പെട്ടത് മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ വേദപുസ്തകം മാത്രമേ ആധികാരികത ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ
വേദപുസ്തകം മാത്രമേ ആധികാരികത ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പല ദുരുപദേശങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. കാരണം ഒന്ന്, വിഗ്രഹാരാധന. ഞാൻ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം. ഐഡൽസിനെ സഭയ്ക്കകത്ത് വെച്ച് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 2, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3, ശുദ്ധീകരണ സ്ഥലം. 4, പാപമോചന ചീട്ട് കൊടുത്ത് പാപം മോചിക്കുന്ന ഉപദേശം. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വേദപുസ്തകത്തിൽ ഒരടിസ്ഥാനവുമില്ലാതെ വന്നതുകൊണ്ട് അന്ന് റോമൻ കത്തോലിക്ക ചർച്ചിനകത്തുള്ള ഉപദേശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ റോമൻ കത്തോലിക്ക സഭ ഒരുമിച്ച് കൂടി കൗൺസിൽ കൂടുകയും 1546 കൗൺസിൽ ഓഫ് ട്രെന്റിൽ വെച്ച് പറഞ്ഞു, അപ്പോക്രിഫൽ പുസ്തകങ്ങളും വേദപുസ്തകത്തിന്റെ ഭാഗമാണ്. കാരണം ഇവർ പറയുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രക്ഷ വിശ്വാസത്തിലൂടെ മാത്രമല്ല എന്ന് തെളിയിക്കുവാൻ, കാരണം അദ്ദേഹം വിളിച്ചു പറഞ്ഞു വിശ്വാസത്തിലൂടെ മാത്രം നീതീകരണം എന്ന് മാർട്ടിൻ ലൂതർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അപ്പോക്രിഫൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാൽ പ്രവൃത്തിയിലൂടെ രക്ഷയുണ്ടെന്ന് അപ്പോക്രിഫൽ പുസ്തകത്തിൽ തെളിവുണ്ട്. അതുകൊണ്ട് പ്രവൃത്തിയിലൂടെ രക്ഷയുണ്ടെന്ന് പഠിപ്പിച്ചു വന്ന കത്തോലിക്ക സഭയ്ക്ക് അന്ന് നിലനിൽക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ വേദപുസ്തകമെന്ന് സമ്മതിച്ചാൽ അവരുടെ അടിസ്ഥാനം തോണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചു പറഞ്ഞു, കൗൺസിലിൽ തീരുമാനിച്ചു 66 പുസ്തകങ്ങൾ മാത്രമല്ല, അപ്പോക്രിഫ പുസ്തകങ്ങളും വേദപുസ്തകത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് വേദപുസ്തകത്തിന്റെ ഭാഗമായി അപ്പോക്രിഫ പുസ്തകങ്ങൾ വന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, കത്തോലിക്ക സഭയിൽ പോലും 1-ാം നൂറ്റാണ്ട് മുതൽ 1546 വരെയുള്ള വർഷങ്ങളിൽ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ആധികാരികതയുള്ളത് എന്ന് വിശ്വസിച്ചിരുന്നു. ഇത്രയും 16 നൂറ്റാണ്ടുകളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത കാര്യമാണ് 16-ാം നൂറ്റാണ്ടിൽ ഈ ഉപദേശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി അവർ അന്ന് കൗൺസിൽ കൂടി തീരുമാനിച്ചത്. അന്ന് കൂടിയ ബിഷപ്പുമാരും 4-ാം നൂറ്റാണ്ടിൽ കൂടിയ ബിഷപ്പുമാരും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം 4-ാം നൂറ്റാണ്ടിൽ കൂടിയ ബിഷപ്പുമാർ ഒരു ദുരുപദേശത്തിലും വിശ്വസിക്കാതെ ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രം നിയന്ത്രിതരായ ബിഷപ്പുമാരാണ് 4-ാം നൂറ്റാണ്ടിൽ കൂടിയിട്ട് പറഞ്ഞത് 66 പുസ്തകങ്ങൾ മാത്രമേ തിരുവചനമായിട്ടുള്ളൂ. എന്നാൽ 1546 കൂടിയ ബിഷപ്പുമാർ സഭയുടെ ഉപദേശങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ദൈവാത്മാവില്ലാതെ തന്നെ തീരുമാനിച്ച തീരുമാനമാണ് അപ്പോക്രിഫ കൂടെ വേദപുസ്തകത്തിന്റെ ഭാഗമാണെന്ന്. അങ്ങനെയാണ് ഇന്ന് 66 പുസ്തകങ്ങളെ കൂടാതെ കത്തോലിക്ക ബൈബിളിൽ അപ്പോക്രിഫ പുസ്തകങ്ങളുടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾ ഓർക്കണമേ, എന്തുകൊണ്ട് ഇത് ദൈവിക വിശ്വാസ്യത ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഈ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളും ദൈവശ്വാസ്യത ഉള്ളതാണ്, ദൈവവചനമാണെന്ന് വിശ്വസിക്കാൻ കാരണം എന്താ? പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതി നിങ്ങൾക്ക് തരിക, ഇത് ദൈവവചനമാണെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ അത്? ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ എഴുതപ്പെട്ട പുസ്തകം മാത്രമാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ ഒന്നാമത്, എന്തുകൊണ്ട് അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവചനമല്ല? അതിന്റെ കാരണം അപ്പോക്രിഫ പുസ്തകങ്ങൾ തന്നെ വളരെ ക്ലിയർ ആക്കുന്നു, ദൈവാത്മാവിന്റെ വെളിപ്പാടില്ലാത്ത സമയത്താണ് ഈ പുസ്തകങ്ങൾ എഴുതിയതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോക്രിഫ പുസ്തകങ്ങളിൽ തന്നെ വെളിപ്പെടുത്തുന്നു, ദൈവാത്മാവോ പ്രവാചകന്മാരോ ഇല്ലാത്ത സമയത്താണ് ഈ പുസ്തകം എഴുതിയതെന്ന്. ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഈ പുസ്തകം ഇരിപ്പില്ലെന്ന്. കത്തോലിക്ക ബൈബിൾ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം തുറക്കുക. തുറന്നിട്ട് അതിൽ അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്ന് ഞാൻ വാക്യങ്ങൾ വായിക്കുന്നു. ഫസ്റ്റ് മക്കാബിയർ 1-ാം മക്കാബിയറുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ചു കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അടുത്ത വാചകം, അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും, അടുത്ത വാചകം ശ്രദ്ധിച്ചോണം, അതിന്റെ കല്ലുകൾ എന്ത് ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായ സ്ഥലത്ത് സൂക്ഷിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ എത്ര വർഷം ഈ കല്ലുകൾ അവിടെ സൂക്ഷിച്ചാലും
ഇനി ഒരു പ്രവാചകൻ ഉണ്ടാകുന്നിടം വരെ, പ്രവാചകൻ എന്ന് പറഞ്ഞ ആരാ? ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അരുളപ്പാട് സംസാരിക്കുന്നവനാണ് ആര്? പ്രവാചകൻ. അപ്പോൾ അതിന്റെ അർത്ഥം ഈ സമയത്ത് പഴയ നിയമത്തിൽ എപ്പോഴും എടുത്ത് നോക്കിക്കോണം, എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ പ്രവാചകൻ ആലോചന ആരോട് പറയുന്നു? ജനത്തോട് പറയുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ 66 പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ അപ്പോൾ തന്നെ ദൈവാത്മാവ് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് ഈ സമയത്ത് പ്രവാചകന്റെ ആത്മാവ് അവിടെ നിലനിന്നിരുന്നില്ല. അരുളപ്പാടുള്ള ആത്മാവ് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കാബയർ എഴുതുമ്പോൾ ദൈവാത്മാവിനാൽ, പ്രവചനാത്മാവിനല്ല മക്കാബയർ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ നാം തെളിയുന്നു. അടുത്തത് ഇനിയുമുണ്ട് വാക്യങ്ങൾ. അതിൽ നിന്ന് തന്നെ 4-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. മക്കാബയർ പുസ്തകത്തിൽ 9:27 ആരെങ്കിലും റെഫറൻസ് എഴുതുന്നെങ്കിൽ എഴുതുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വീട്ടിൽ ചെന്ന് നോക്കുന്നത് ഉത്തമമാണ്. 9:27 പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പ്രവാചകന്മാരുടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ പ്രവചനാത്മാവിന്റെ കാലമല്ല. പ്രവാചകന്മാരുടെ മേൽ ദൈവിക അരുളപ്പാട് പ്രസ്താവിച്ചവരുടെ മേൽ ഉണ്ടായിരുന്ന ദൈവാത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നില്ല. അത് തന്നെയാണ് മക്കാബയർ പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം എന്ന വാക്ക് തെളിയിക്കുന്നത് അന്ന് പ്രവാചകന്മാർ ഇല്ലായിരുന്നു. 14-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം, വിശ്വസനീയനായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ശിമയോൻ നേതാവും പ്രധാന പുരോഹിതനുമായിരിക്കട്ടെ എന്ന് യഹൂദന്മാരും പുരോഹിതന്മാരും തീരുമാനിച്ചു. പഴയ നിയമത്തിൽ ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ ആരെ ആത്മാവ് പറയുന്നത്? പ്രവചനാത്മാവിലാണ് ആരെ അഭിഷേകം ചെയ്യണമെന്നുള്ളത് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? വിശ്വസനീയമായ ഒരു പ്രവാചകൻ ഉണ്ടാകുന്നിടം വരെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പുസ്തകം എഴുതുമ്പോൾ എന്തോ ഇല്ല, പ്രവാചകന്റെ ആത്മാവുള്ള ഗൈഡൻസ് അവർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തെളിയുന്നു ഈ പുസ്തകം ആരുടെ അല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ഇൻസ്പയർ ചെയ്യപ്പെട്ട് എഴുതിയതല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റു തെളിവുകൾ പറയട്ടെ. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റ് ടീച്ചിങ്ങുകൾക്ക് കോൺട്രഡിക്ടറി ആയ ടീച്ചിങ്ങുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോക്രിഫ പുസ്തകത്തിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന, അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ പറയുന്ന പഠിപ്പീരുകൾക്ക് എതിരായിട്ടുള്ള പഠിപ്പീരുകൾ അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എക്ലീസിയാസ്റ്റിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എക്ലീസിയാസ്റ്റിക്കസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ അല്ലെ, എക്ലീസിയാസ്റ്റിക്കസ് 3:30 വാക്യത്തിൽ, സുഭാഷിതങ്ങളല്ല, പ്രഭാഷകർ, മലയാളത്തിൽ പ്രഭാഷകർ. എക്ലീസിയാസ്റ്റിക്കസിന്റെ മലയാളം പ്രഭാഷകർ. പ്രഭാഷകൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായം 30-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. എങ്ങനെയാ? ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. വേദപുസ്തകം എന്താ നമ്മളോട് പറയുന്നത്? വിശ്വാസത്താൽ അല്ലാതെ ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. പ്രവൃത്തിയിൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. ഇതാണ് റോമാലേഖനം മൊത്തത്തിൽ പറയുന്നത്. റോമാലേഖനം മുഴുവൻ മൊത്തത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു,
എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നത് നീതി പ്രവർത്തികൾ രക്ഷയ്ക്ക് കാരണമല്ല എന്നാണ്. കാരണം യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സകല നീതി പ്രവർത്തികളും കറ പുരണ്ട അങ്കി പോലെയാണ്. വേദപുസ്തകത്തിന്റെ പഠിപ്പീരെന്ന് പറയുന്നത് രക്ഷയ്ക്ക് പ്രവൃത്തി ആധാരമല്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ പ്രവൃത്തി ചെയ്യണം. ഇതാണ് വേദപുസ്തകത്തിന്റെ പഠിപ്പീര്. അതായത് നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് എന്ത് പറ്റത്തില്ല? എത്ര ദാനധർമ്മം ചെയ്താലും, എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര പള്ളിയിൽ പോയാലും, എത്ര ആചാരങ്ങൾ കഴിച്ചാലും ഒരു രക്ഷയുമില്ല. രക്ഷയ്ക്കടിസ്ഥാനം യേശുവേ, ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു പോയി, ഇതുവരെ പാപത്തിലാണ് ഞാൻ ജീവിച്ചത്, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ മകനായി സ്വീകരിക്കണമേ എന്നൊരു വ്യക്തി ഹൃദയംഗമായി കരഞ്ഞ് നിലവിളിച്ചു പറയുന്ന സമയത്ത്, വേദപുസ്തകത്തിന്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, യേശു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് തിരുവചനം പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിന്റെ പഠിപ്പീരെന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരത്തിന് പുണ്യപ്രവൃത്തികൾ പറ്റുകയില്ല, പാപത്തിന്റെ പരിഹാരത്തിന് നമ്മളുടെ ഒരു പ്രവൃത്തിയും പറ്റുകയില്ല. കാരണം നാം രക്ഷിക്കപ്പെടുന്നിടം വരെ പാപിയ, രക്ഷിക്കപ്പെടുന്നിടം വരെ പാപിയ. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കുഷ്ഠരോഗിയുടെ കയ്യിൽ ഇരിക്കുന്ന ഹൽവ പോലെയാണ് രക്ഷിക്കപ്പെടാത്ത ആളുകൾ ചെയ്യുന്ന പ്രവർത്തികൾ. കുഷ്ഠരോഗിയുടെ കയ്യിലിരിക്കുന്ന മാധുര്യമേറിയ ഹൽവ പോലെയാണ് പാപം കഴുകപ്പെട്ടിട്ടില്ലാത്ത രക്ഷിക്കപ്പെടാത്തവരുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ, നീതിപ്രവർത്തികൾ. പ്രവൃത്തിയുടെ ദോഷമല്ല, രക്ഷിക്കപ്പെട്ടവന്റെ കയ്യിലിരുന്നാലും അല്ലെങ്കിൽ ശുദ്ധമുള്ളവന്റെ കയ്യിലിരുന്നാലും ഇത് ഹൽവയാ, കുഷ്ഠരോഗിയുടെ കയ്യിലിരുന്നാലും അത് സെയിം ഹൽവയാ. പക്ഷെ എന്താ നമുക്ക് കഴിക്കാൻ പറ്റാത്തതെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരെങ്കിലും ഇന്നത്തെ ബൈബിൾ ക്ലാസ് കഴിയുമ്പോൾ ചിന്തിക്കുക, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ രാജൻ ഇപ്പൊ അടുത്ത ഇടയ്ക്ക് നാട്ടിൽ നിന്ന് വന്നതാണല്ലോ, ഇപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹൽവ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരും പ്രതീക്ഷിച്ചിരിക്കരുത്, ഇന്നൊന്നുമില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് തന്നാൽ നമ്മളെല്ലാവരും സ്തോത്രം പറഞ്ഞ് കഴിക്കും. എന്നാൽ ചിന്തിക്കുക, നൂർനാട് കുഷ്ഠരോഗാശുപത്രിയിൽ നിന്ന് കുഷ്ഠം ഭേദമാകാത്ത, കൈകളിൽ നിന്ന് ചലമൊലിക്കുന്ന, വ്രണം പൊട്ടി നിൽക്കുന്ന, കൈകൾ മുഴുവൻ അച്ചച്ച് നിൽക്കുന്ന, പഴുപ്പ് മാത്രം ഒഴുകി നിൽക്കുന്ന ഒരാള് പറയുകയാണ്, പ്രിയ രാജൻ ബ്രദറെ, ആ ഹൽവ ബ്രദർ സെർവ് ചെയ്യേണ്ട, ഞാൻ സെർവ് ചെയ്യാം, ഒരേ ഹൽവയല്ലേ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നല്ലേ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ കുഷ്ഠരോഗി ഇത് ഓരോന്നെടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ ഹൽവയ്ക്ക് വ്യത്യാസമില്ല. വ്യത്യാസം ആർക്കാ ഉള്ളത്? ഇത് സെർവ് ചെയ്യുന്ന വ്യക്തിക്കാണ്. ഹൽവ നല്ലതാണെങ്കിലും ആള് ശരിയല്ലെങ്കിൽ ഇത് പ്രയോജനമില്ലാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം പഠിക്കാനായി കടന്നു വന്ന പ്രിയമുള്ളവരെ, അപ്പോക്രിഫ മാത്രം പഠിപ്പിച്ചു വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഈ കാര്യങ്ങളോട് ഒന്ന് ഓർപ്പിക്കണ്ടേ. രക്ഷിക്കപ്പെടാതെ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റ് പറയാതെ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ,
എനിക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ എന്റെ യേശു മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവന്റെ മുൻപാകെ സമർപ്പിക്കാതെ ഈ രാത്രി ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ നല്ല വ്യക്തിയായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, നല്ല പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്, എല്ലാവർക്കും സമ്മതനായിരിക്കും. എന്നാൽ നമ്മുടെ നീതി പ്രവർത്തികൾ മുഴുവൻ കറപുരണ്ട അങ്കി പോലെ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ നീതി പ്രവർത്തികൾക്ക് നമ്മെ സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുകയില്ല. നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തിരുവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കൊർണേലിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി, അവനെപ്പറ്റി സാക്ഷ്യം പറയുന്ന പോലെ നമ്മളെപ്പറ്റി ആരെപ്പറ്റിയും പറയുന്നില്ല. ഭക്തൻ, പ്രാർത്ഥിക്കുന്നവൻ, കുടുംബസമേതം പ്രാർത്ഥിക്കുന്നവൻ, വളരെ ദാനധർമ്മം ചെയ്യുന്നവൻ. പക്ഷേയെങ്കിൽ ഈ മനുഷ്യൻ ഇത്രയും നല്ല സ്വഭാവമായിട്ടും പത്രോസിനെ വിട്ട് ദൈവാത്മാവ് പത്രോസിനെ ആ വീട്ടിലേക്ക് അയച്ച് ദൈവത്തിന്റെ വചനം ശക്തമായി ശുശ്രൂഷിച്ചിട്ട് കൊർന്നേലിയസിനോട് പറഞ്ഞു, നിന്നെ ദൈവം അംഗീകരിച്ചിരിക്കുക, നിന്റെ പ്രവൃത്തികളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, നിന്നെ ദൈവം നോട്ടമിട്ടു, അതുകൊണ്ട് എന്നെ ഇവിടത്തേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷേ നീ ചെയ്ത പ്രവൃത്തികൾ ദൈവം അംഗീകരിക്കണമെങ്കിൽ ഇനി താണ്ടെ ചില കാര്യങ്ങളിലൂടെ ചെയ്താട്ടെ. ആ ദൈവവചനത്തിന് മുൻപാകെ അവൻ സമർപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവന്റെ കുടുംബസമേതം അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവർ സ്നാനപ്പെട്ടു, ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അനുസരിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് പുറമേ കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ അടിസ്ഥാനമായ ഉപദേശങ്ങളാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനമിടാതെ ആരും വീട് പണിയാറില്ല. പുറത്ത് കാണുന്നത് മാത്രം മതിയെങ്കിൽ നമ്മൾ അടിസ്ഥാനമില്ലാതെ കട്ടകൾ കെട്ടിയാൽ വീടായി മാറ്റപ്പെടും. പക്ഷെ അത് നിലനിൽക്കുകയില്ല എന്നുള്ളത് മാത്രമാണ്. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ അപ്പോക്രിഫ പഠിപ്പിക്കുന്ന പഠനത്തിന് വിരുദ്ധമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദാനധർമ്മം ചെയ്യുന്നത് രക്ഷയ്ക്ക് അടിസ്ഥാനമല്ല, പാപപരിഹാരത്തിന് അടിസ്ഥാനമല്ല. നീ ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, കാൽവറി ക്രൂശിൽ വിശ്വസിക്കുമ്പോൾ, പാപിയായ നിന്നെ നീതിമാനായി ദൈവമെണ്ണി അവന്റെ മകളാക്കി ദൈവം നിന്നെ നാറ്റുകയാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് സുവിശേഷം ഒന്ന് പ്രസംഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമായി മാറ്റപ്പെടട്ടെ. ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പോക്രിഫ അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാരണം, അപ്പോക്രിഫയിലെ ഉപദേശങ്ങൾ വചനത്തിന് വിരുദ്ധമാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശത്തെ തോണ്ടുന്ന കാര്യമാണ് അപ്പോക്രിഫയിലെ ഉപദേശങ്ങൾ. ഇതുകൊണ്ട് 1546 ട്രെൻഡിൽ വെച്ച് ഇത് അംഗീകരിക്കണമെന്ന് പറഞ്ഞത്. കാരണം മാർട്ടിൻ ലൂതർ വിളിച്ചു പറഞ്ഞു, വിശ്വാസം മാത്രമേ രക്ഷയ്ക്ക് അടിസ്ഥാനമുള്ളൂ, ദൈവകൃപ മാത്രമേ ഒരു മനുഷ്യന്റെ പാപം മോചിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അന്നത്തെ സ്ഥിതി എന്തായിരുന്നു? അന്നത്തെ സ്ഥിതി പാപമോചന ചീട്ടെന്ന് പറയുന്ന ഒരു കാര്യം പുരോഹിതന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലമായിരുന്നു. അതായത് ആരെങ്കിലും പാപം ചെയ്താൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണമെന്നില്ല, പുരോഹിതന്റെ അടുക്കൽ വന്ന് പാപം ഏറ്റുപറയുകയും, ഇന്ന് ആ ചടങ്ങുണ്ടോ എന്ന് എനിക്കറിയില്ല, അപ്പോൾ എത്ര പണം കൊടുക്കുന്നോ അതനുസരിച്ച് പാപം മോചിച്ചുകൊണ്ട് ഒരു ചീട്ട് പുരോഹിതൻ ആളുകളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ 1000 രൂപ കൊടുക്കുന്നവന് 1000 രൂപയുടെ പാപം മോചിക്കപ്പെടുന്നു. 10,000 കൊടുക്കുന്നതെങ്കിൽ 10,000ത്തിന്റെ പാപം മോചിക്കപ്പെടുന്നു. അങ്ങനെ പണം കൊടുത്ത് പാപം മോചിക്കപ്പെടാമെന്ന വിശ്വാസം. കാരണം അന്നുള്ള വിശ്വാസികൾക്ക് വേദപുസ്തകം വായിക്കാൻ അധികാരമില്ലാതിരുന്നതുകൊണ്ട് ഇത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാനുള്ള അറിവും അവർക്കില്ലായിരുന്നു. ഞാൻ ഈ പറയുന്നത് പെന്തക്കോസ്തുകാർ പറയുന്ന ചില കാര്യങ്ങൾ പറയുകയല്ല, സഭാ ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളാണ് ഞാനിവിടെ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സഭാ ചരിത്രത്തിന്റെ ഏത് പുസ്തകങ്ങളും നിങ്ങൾക്കെടുത്ത് വായിക്കാവുന്നതാണ്. 16-ാം നൂറ്റാണ്ട് വരെയുള്ള കത്തോലിക്ക സഭയുടെ പ്രാക്ടീസ്. അതിനകത്ത് പാപം മോചിക്കുന്നു. അപ്പോൾ ഈ ചീട്ട് കിട്ടുന്നവനെല്ലാം പാപം മോചിക്കപ്പെടുന്നു, അവന് പാപത്തിന് പരിഹാരമായി മാറ്റപ്പെടുന്നു. എന്നാൽ ഈ വാക്യം ഏതിനകത്തുണ്ട്? അപ്പോക്രിഫയ്ക്കകത്തുണ്ട്. ജലം അഗ്നിയെ ശമിപ്പിക്കുന്നത് പോലെയാ ദാനധർമ്മം പാപത്തിന് പരിഹാരമാകുന്നത്. ഇത് വേദപുസ്തകത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അപ്പോക്രിഫയുടെ ഈ വചനങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, വാക്യങ്ങൾ ഒരുപാട് എനിക്കെടുത്ത് പറയാനുണ്ടെങ്കിലും വിസ്ഡം, ജ്ഞാനത്തിൽ ഇങ്ങനെ 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ജ്ഞാനം 11:17, വിസ്ഡം 11:17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന്
ലോകം സൃഷ്ടിച്ചു എന്നാണ് ജ്ഞാനം എന്ന പുസ്തകം വെളിപ്പെടുത്തുന്ന അപ്പോക്രിഫ പുസ്തകത്തിൽ. വിശുദ്ധ വേദപുസ്തകത്തിൽ സൃഷ്ടിയെപ്പറ്റി പഠിപ്പിക്കുന്ന പഠിപ്പീരിന് വളരെ വിരുദ്ധമായ ഒരു പഠിപ്പീരാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെയും വിളിച്ചു വരുത്തിയ ദൈവം. ഗാഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ഫ്രം കെയോസ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം വിളിച്ചു വരുത്തിയത്. എന്നാൽ ജ്ഞാനം അപ്പോക്രിഫ പുസ്തകം പറയുന്നത് രൂപരഹിതമായ എന്തോ പദാർത്ഥം ഇവിടെ ഉണ്ടായിരുന്നെന്നും ആ പദാർത്ഥത്തിൽ നിന്ന് ദൈവം സൃഷ്ടിച്ച ഒരു കാര്യമാണ്. എന്തോ ഉള്ളതിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കാൻ മനുഷ്യന് പ്രയാസമില്ല. അത് സർവശക്തിയല്ല കാണിക്കുന്നത്. എന്റെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ഉള്ള തെളിവുകളുടെ ഏറ്റവും അതിപ്രധാനമായ ഒരു തെളിവാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സകലതിനെയും സൃഷ്ടിച്ചു എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സർവശക്തിയെ ചോദ്യം ചെയ്യത്തക്ക നിലയിലാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തോബിത്ത്, ജൂഡിത്ത് എന്ന് പറയുന്ന പുസ്തകങ്ങൾ, അപ്പോക്രിഫ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകങ്ങൾ അവർക്ക് ചരിത്രപരമായിട്ടോ ഭൂമിശാസ്ത്രപരമായിട്ടോ പല തെറ്റുകൾ, പല എറേഴ്സ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഫോൾസ്ഹുഡ് പഠിപ്പിക്കുന്ന പുസ്തകമാണത്, ഡിസെപ്ഷൻ പഠിപ്പിക്കുന്ന പുസ്തകമാണത്. മാത്രമല്ല, മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ രക്ഷ നേടാമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് തോബിത്ത് എന്ന് പറയുന്ന പുസ്തകം. നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പഠിപ്പിരികൾ വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമാണെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അതവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. ശ്രദ്ധിക്കുക, അവിടെ തന്നെ വളരെ പരസ്പര വിരുദ്ധമായ കാര്യമാണ് കാണുന്നത്. തോബിയാസിനെ പിടിക്കാൻ വന്ന മത്സ്യം തോബിയാസിനെ വിഴുങ്ങിക്കളയത്തക്ക നിലയിലുള്ള ഒരു മത്സ്യമാണെന്ന് ആദ്യം പറയുന്നു. രണ്ടാമത് പറയുമ്പോൾ ദൂതൻ പറയുന്നു അവനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ തോബിയാസ് ഒരു മത്തിയെ പിടിച്ച് കരയിലേക്ക് എറിയുന്ന ലാഘവത്തോടുകൂടിയാണ് ഈ മത്സ്യത്തെ പിടിച്ചെറിയുന്നതായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തിന്? അതിനേക്കാൾ അപ്പുറത്ത് തോബിയാസിനോട് ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മത്സ്യത്തിന്റെ കൈപ്പയും ചങ്കും കരളും എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയുക, ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി, അവയുടെ ശല്യം പിന്നെ ഉണ്ടാകുകയില്ല. തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ് പുരട്ടിയാൽ അത് മാറും. അത് ചിലപ്പോൾ ശരിയായിരിക്കും. മത്സ്യത്തിന്റെ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ തിമിരം ബാധിച്ച കണ്ണിന് സൗഖ്യം വരുന്ന ഏതെങ്കിലും മെഡിസിൻ ആയിരിക്കാം. എന്നാൽ പിശാചിനെയോ അശുദ്ധാത്മാവിനെയോ ഓടിക്കാനുള്ള ഒരു മന്ത്രമായി, ഒരു ജപമായി ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് തിരുവചനത്തിന്റെ വിരുദ്ധമായ കാര്യമാണല്ലോ. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു, ഇതിന്റെ മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. എന്തിന്? ചുരുക്കി പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയോ എതിർക്കുമ്പോൾ, പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ അങ്ങനെയുള്ള എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചിരിക്കുമ്പോൾ, ഇവിടെ പറയുന്നു മത്സ്യത്തിന്റെ ചങ്കും കരളും പുകച്ചാൽ പിശാചിനെ ഓടിക്കുവാനുള്ള ഒരു മരുന്നായി, ഒരു ഔഷധമായി അതിനെ മാറ്റുന്നു. നിങ്ങൾ തന്നെ പറയുക, ഇത് ചില സഭകളിൽ നിലനിൽക്കുന്ന മന്ത്രവാദത്തെയോ ജപത്തെയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ ഭാഗമായി അംഗീകരിക്കാനായിട്ട് തത്രപ്പെടുന്നത്. മാത്രമോ, നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമ്മൾ പഠിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ശ്രദ്ധിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുമ്പിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വയ്ക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേദപുസ്തകം ശക്തമായി എതിർക്കുന്നു. കാരണം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തി അതാണ് ദൈവത്തിന്റെ മുൻപാകെ കണക്കിടുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അപരാധം പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അത് വേദപുസ്തകത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുന്ന ബാറൂക്കിന്റെ പുസ്തകം തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട 66 പുസ്തകങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിന്? ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഫാൾസ്ഹുഡ്, ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പീരുകളെ പഠിപ്പിക്കുന്ന, വിശുദ്ധ തിരുവചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന
അപ്പോക്രിഫ പുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ ഭാഗമായി അംഗീകരിച്ചാൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അത് ചോദ്യം ചെയ്യുന്നു. 66 പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെ അത് ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ മക്കാബിയരുടെ പുസ്തകത്തിൽ ഇത് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതല്ല എന്ന വ്യക്തമായ തെളിവും ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട 66 പുസ്തകങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പഠിപ്പീരുകളും നമ്മെ മനസ്സിലാക്കിക്കുന്നത് ഈ പുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ ഭാഗമായി അംഗീകരിപ്പാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ ഇതിന്റെ കൈപ്പയ്ക്ക് അങ്ങനെ മെഡിക്കൽ എഫക്ട് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. തിമിരം ബാധിച്ച ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മത്സ്യത്തിന്റെ കൈപ്പ എടുത്ത് കണ്ണിൽ തേച്ചാൽ തിമിരം കാഴ്ച കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്തോത്തിനാ ഈ ചങ്കും കരളും സൂക്ഷിക്കാൻ പറഞ്ഞേ? ഏതെങ്കിലും എച്ചി അടുത്ത് വന്നാൽ നല്ല മെഡിസിൻ. ഇവിടെ ആർക്കെങ്കിലും പ്രേതത്തെയോ ഭൂതത്തെയോ പേടിയുണ്ടെങ്കിൽ, ശവക്കല്ലറേപ്പാൻ പേടിയുണ്ടെങ്കിൽ നല്ലൊരു മരുന്ന് തോപിത്ത് പറഞ്ഞു തരിക. എന്താ? ചങ്കും കരളും എടുത്ത് പുകച്ചാൽ മതി. ആർക്കെങ്കിലും പിശാചിന്റെ ഉപദ്രവം രാത്രിയിൽ ഉണ്ടാകുന്നെങ്കിലേ, അല്ല അതിന്റെ പേരില്ല. അതുകൊണ്ട് അന്നേരം പിടിക്കാൻ വന്ന മത്സ്യം എന്തിന്? ഒരുപാട് കാര്യങ്ങൾ അത് നടക്കുകയും ചെയ്തു. ഇതിനകത്ത് തോപിത്തൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. സാറ എന്ന പേര് വിശദീകരിച്ചു ഞാനങ്ങ് പറഞ്ഞേക്കാവല്ലോ. സാറയുടെ പ്രത്യേകത, അവളെ കല്യാണം കഴിക്കുന്ന പുരുഷൻ ആദ്യ രാത്രിയിൽ തന്നെ പിശാചി ആളിനെ ഞെക്കി കൊല്ലുക. അങ്ങനെ 7 പേരെ കല്യാണം കഴിച്ചു ആദ്യ രാത്രിയിൽ. അപ്പൊ പിശാചിനൊരു ക്ലെയിം, എവിടെ ഞാൻ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. നല്ല കഥയല്ലേ? പിശാച് വന്ന് ആരെ കല്യാണം കഴിക്കാനാ? ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം. അതിന്റെ പേരിൽ ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്ന എല്ലാ ആളിനെയും ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുക? കൊല്ലുക. ഇങ്ങനെ 7 എണ്ണം ചത്തു, മരിച്ചു. 8ാമത്തെ ആൾ ആര്? ദേഹം ചെന്നു കഴിഞ്ഞപ്പോ, ഈ തോബിയാസ് ചെന്ന് കഴിഞ്ഞപ്പോ ദൂതൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തോ എടുത്തോണം. ചെന്ന് കല്യാണം കഴിച്ചു. ആദ്യത്തെ ദിവസം ആദ്യത്തെ രാത്രി തന്നെ പിശാച് അടുത്ത് വന്നു. ഉടനെ അവരെന്താ ചെയ്തെന്നറിയാവോ? ചങ്കും കരലും എടുത്ത് പുകച്ച് നേരത്തെ അവിടെ വെച്ചതുകൊണ്ട് ഈ മണം അടിച്ചത് പിശാച് ഒറ്റ ഓട്ടം ഓടിയ സ്ഥലം പറയുന്നുണ്ട്. എവിടത്തേക്കെന്നറിയാമോ? ഈജിപ്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പലായനം ചെയ്തെന്ന്. പിശാച് എവിടത്തേക്കാ പോയത്? എന്തിന്? അപ്പോക്രിഫ ദൈവവചനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള മാജിക്കും മന്ത്രവും കണ്ണുകെട്ടും പിശാചിനെ ഉപദ്രവിക്കാനുള്ള എന്തിനാ ഇപ്പൊ ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, പുകയ്ക്കലും തിരുമലും എല്ലാം ശരിയാന്ന് പറയേണ്ടി വരും. പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല പിശാചിനെ ഓടിക്കാൻ. യേശു തമ്പുരാൻ പറഞ്ഞു പിശാചിനെ ഓടിക്കുന്ന എങ്ങനെയാന്നാ അറിയാവുന്നവരും ചേർന്ന് പറഞ്ഞേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ. ഇവിടെ ഒരു കുറുക്കു വഴി, മത്സ്യത്തിന്റെ ചങ്കും കരളും എടുത്ത് പുകച്ചാൽ മതി. വെറുതെ ഉപവസിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പിശാച് പ്രത്യേകിച്ച് കുവൈറ്റ് ഇവിടെ അടുത്ത, ഈജിപ്റ്റ് ഇവിടെ അടുത്തായതുകൊണ്ട് ഈജിപ്തിന്റെ അങ്ങേയറ്റം വരെ ഓടാൻ ആർക്ക് ബുദ്ധിമുട്ടില്ല, പിശാചിന് ബുദ്ധിമുട്ടില്ല. എന്തിനാ? നെഹമ്യാവിന്റെയും എസ്രായുടെയും പുസ്തകങ്ങൾ നാം പഠിച്ചാൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ജനം മടങ്ങി വന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുന്ന, ദൈവാലയം പണിയാനായിട്ട് കാര്യങ്ങളെ ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. വേദപുസ്തകം പറയുന്നത് സെരുബാബേലും കൂട്ടരും മടങ്ങി വരാൻ കാരണം കോരശ് എന്ന് പറയുന്ന ജാതീയ രാജാവിന്റെ ഹൃദയത്തിൽ 538 ആണ്ടിൽ, BC 538 ആണ്ടിൽ കോരശ് എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞു, എന്റെ ദാസനായ കോരശ് എന്റെ അരുളപ്പാടനുസരിക്കണം. അങ്ങനെ ആ അരുളപ്പാടിൻ പ്രകാരം കോരശ് സെരുബാബേലും കൂട്ടരും മടങ്ങിപ്പോകാനുള്ള, അല്ലെങ്കിൽ യഹൂദ ജാതിക്ക് മടങ്ങിപ്പോകാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ യഹൂദ ജാതി ബാബിലോണിൽ നിന്ന് മടങ്ങി വരാൻ ആരാ കാരണക്കാരൻ? ലൗഡർ ഉറക്കെ പറഞ്ഞ ബൈബിൾ സ്റ്റഡി. 'ശരിയാണല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ആരിൽ പ്രവർത്തിച്ചു? കോരശിൽ. കോരശ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് 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 ദൈവത്തിന്റെ ആത്മാവ്
ഹോരേസിൽ പ്രവർത്തിച്ചു. എന്നാൽ എസ്രയല്ല എസ്രാസ് എന്ന് പറയുന്ന അപ്പോക്രിഫൽ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 3 കൊച്ച ബാലകന്മാർ, ആട്ടിടയന്മാർ, സെക്യൂരിറ്റി മെൻ, രാജാവിന്റെ സെക്യൂരിറ്റി മെൻ, 3 സെക്യൂരിറ്റി മെൻ, അവരെ അവർ കടങ്കഥ ചോദിച്ചു. കടങ്കഥ ചോദിച്ചത് മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണെന്ന്, ഏറ്റവും മാറ്റം കൂടാത്ത കാര്യം. ആ ചോദ്യത്തിന് പലരും പല ഉത്തരമാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു വൈനാണെന്ന്, വീഞ്ഞാണെന്ന്, വളരെ ശക്തി പകരുന്ന കാര്യം. വേറൊരാൾ പറഞ്ഞു കിങ് ആണെന്ന്, രാജാവാണെന്ന്. മൂന്നാമത്തെ ആള് ചേർത്ത് പറഞ്ഞു വുമൺ ആൻഡ് ട്രൂത്ത്, സ്ത്രീയും സത്യവുമാണ്. ഇത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവര് ഇത് ഏതാ ശരിയെന്നുള്ളത് അറിയാൻ വേണ്ടി ഈ 3 ഉത്തരങ്ങളിലൂടെ രാജാവിന്റെ കട്ടിലിൽ തലയിണയുടെ കീഴ്ത്ത് കയറ്റി വെച്ചു. രാജാവ് തലയിണ പൊക്കി നോക്കിയപ്പോൾ ഈ 3 ഉത്തരം അവിടെ ഇരിക്കുന്നു. രാജാവ് ഈ 3 ഉത്തരം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് 3ലും ശരിയുണ്ടെങ്കിലും ഏറ്റവും ശരി ട്രൂത്താണ്, സത്യമാണ്. അപ്പം വുമൺ ആൻഡ് ട്രൂത്ത് എന്ന ആള് എഴുതിയല്ലോ, ആ ആളിനാണ് പ്രൈസ് കിട്ടേണ്ടത്. അത് സെരുബാബേലായിരുന്നു. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ഈ ഉത്തരം എഴുതിയ ആളിനെ ഉപകാരമായിട്ട് പറഞ്ഞു കൊടുത്തു, യഹൂദ ജനത്തിൽ കുറച്ചുപേരെ വിളിച്ചോണ്ട് തിരിച്ചു പോക്കോളാം എന്ന് പറഞ്ഞു. നിന്നെ എന്തോ ആക്കിയേക്കുന്നു, സ്വതന്ത്രം. വേദപുസ്തകം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ജാതീയ രാജാവിന്റെ മനസ്സിൽ ദൈവം പ്രേരണ കൊടുത്ത് യഹൂദ ജനത്തെ സ്വതന്ത്രമാക്കണമെന്ന പ്രേരണ കൊടുത്ത് സെരുബാബേലും കൂട്ടരും മടങ്ങിപ്പോയി എന്നാണ്. ഒരു കൂട്ടർ മാത്രം മടങ്ങിപ്പോയി എന്നാണ്. എന്നാൽ ഇവിടെ കടങ്കഥയുടെ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ജനത്തിന് വിടുതലുണ്ടായത്. എന്തിന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു? തിരുവചനത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്തതും വചനത്തിന് ജസ്റ്റ് കോൺട്രഡിക്ടറി ആയതുമായ പഠിപ്പീരുകളാണ് അപ്പോക്രിഫ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും അതിപ്രധാന കാരണത്താൽ തന്നെ അപ്പോക്രിഫൽ പുസ്തകം ദൈവശ്വാസീയമായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വേദപുസ്തകം മാത്രമേ ദൈവവചനമുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. രണ്ടാമത്, എന്തുകൊണ്ട് അപ്പോക്രിഫ പുസ്തകം നമ്മൾ അംഗീകരിക്കുന്നില്ല? They were not regarded as God's words by the Jewish people from whom they originated. ഈ അപ്പോക്രിഫ പുസ്തകം ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്? യഹൂദന്മാരുടെ ഇടയിൽ നിന്ന്. ആ യഹൂദന്മാർ പോലും ഇതിനെ എന്തായിട്ട് അംഗീകരിച്ചിട്ടില്ല? ദൈവവചനമായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാരുടെ ഇടയിൽ നിന്നുണ്ടായ ഈ അപ്പോക്രിഫ പുസ്തകത്തെ യഹൂദന്മാർ പോലും ദൈവവചനമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഉദാഹരണം, ഫിലോ എന്ന് പറയുന്ന അലക്സാൻഡ്രിയൻ ജൂയിഷ് ഫിലോസഫർ, യഹൂദനായ അലക്സാൻഡ്രിയയിൽ നിന്നുള്ള യഹൂദനായ തത്വചിന്തകനായ ഫിലോ, അദ്ദേഹം ജീവിച്ചിരുന്നത് 20 BC-ക്കും AD 40-നും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, തത്വചിന്തയുടെ പുസ്തകത്തിൽ ഒരുപാട് പ്രാവശ്യം പഴയ നിയമ വേദഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ സ്ഥലത്ത് പോലും അപ്പോക്രിഫയിൽ നിന്ന് പുസ്തകം ഒരു വാക്യം പോലും, ഒരു വാക്ക് പോലും അദ്ദേഹം കോട്ട് ചെയ്തിപ്പെട്ടിട്ടില്ല. അപ്പോക്രിഫ പുസ്തകം ദൈവവചനമാണെന്ന് യഹൂദന്മാർ അംഗീകരിച്ചിരുന്നെങ്കിൽ തന്റെ തത്വചിന്തയിൽ തന്റെ ജീവിതകാലത്തോടെ ഏറ്റവും അടുത്തായി എഴുതപ്പെട്ട ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്യണമായിരുന്നു. മാത്രമല്ല, ചരിത്രകാരന്മാരിൽ, യഹൂദ ചരിത്രകാരന്മാരിൽ ലോകം മുഴുവനും ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി അംഗീകരിക്കുന്ന ജോസിഫസിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എപ്പോഴും ഉച്ചരിക്കപ്പെടുന്ന ഒരാളാണ് ആര്? ജോസിഫസ് എന്ന ജൂയിഷ് ഹിസ്റ്റോറിയൻ, ചരിത്രകാരൻ. അദ്ദേഹം അപ്പോക്രിഫയെ പൂർണ്ണമായിട്ട് തന്റെ എഴുത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. മറ്റെല്ലാ പുസ്തകങ്ങളെ പറ്റി താൻ പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ മറ്റെല്ലാ പുസ്തകങ്ങളെ പറ്റിയും അതിന്റെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുന്ന ജോസിഫസ് അപ്പോക്രിഫ പുസ്തകത്തെപ്പറ്റി ഒരൊറ്റ വാക്ക് പോലും സംസാരിച്ചിട്ടില്ല.
ജൂയിഷ് സ്കോളേഴ്സ് ജാമ്നിയയിൽ കൂടിയ, ഞാൻ പറഞ്ഞല്ലോ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ ദൈവവചനമാണെന്ന് ഏത് കൗൺസിലാണ് പറഞ്ഞത്? AD 90 ജാബ്നിയ കൗൺസിലാണ്. ജാബ്നിയ കൗൺസിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പോക്രിഫ പുസ്തകങ്ങൾ എഴുതപ്പെട്ട കാലമാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാലമാണ്. ഈ ജാബ്നിയ കൗൺസിലിൽ യഹൂദന്മാരാൽ എഴുതപ്പെട്ട ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവചനമായിരുന്നു എങ്കിൽ യഹൂദന്മാരുടെ കൗൺസിലായ ജാബ്നിയയിൽ തന്നെ ഇത് ദൈവവചനമാണെന്ന് അവർ പ്രഖ്യാപിക്കണമായിരുന്നു. പിന്നെ ഇത് ദൈവവചനമാണെന്ന് പ്രഖ്യാപിച്ച എപ്പോഴാ? 1546 ദുരുപദേശങ്ങൾ കുന്നുകൂടിയിരിക്കുന്ന റോമൻ കത്തോലിക്ക ബിഷപ്പുമാരാണ് പറഞ്ഞത് അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവ വചനമാണെന്നുള്ളത്. യഹൂദന്മാർ പോലും, യഹൂദ കൗൺസിൽ പോലും പറയുന്നു അപ്പോക്രിഫ പുസ്തകം ദൈവശ്വാസ്യമല്ല എന്ന്. മാത്രമല്ല മറ്റൊരു തെളിവ്, സമയം മുന്നോട്ട് പോകുന്നല്ലോ, പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. യേശു ക്രിസ്തുവോ പുതിയ നിയമ എഴുത്തുകാരോ ഒരാൾ പോലും അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് ദൈവശ്വാസ്യതയെ കോട്ട് ചെയ്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. യൂദ മാത്രം ഒരു ഇലസ്ട്രേഷനായി, തിരുവെഴുത്തെന്ന് അതിനെപ്പറ്റി പറയുന്നില്ല, ഒരു ഇലസ്ട്രേഷനായി മോശയുടെ കാര്യം യൂദയുടെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. എന്നാൽ യേശുതമ്പുരാൻ പഴയ നിയമം കൂടെ കോട്ട് ചെയ്ത് യേശുതമ്പുരാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പഴയ നിയമം ദൈവവചനമാണെന്നും തിരുവെഴുത്തെന്നാണ് യേശുതമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ തിരുവെഴുത്തെന്ന പഴയ നിയമത്തെ യേശുതമ്പുരാൻ വിളിച്ചിരിക്കുമ്പോൾ, തന്റെ ശിഷ്യന്മാർ വിളിച്ചിരിക്കുമ്പോൾ, അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്കുപോലും എന്റെ യേശുതമ്പുരാൻ കോട്ട് ചെയ്യുകയോ തന്റെ ശിഷ്യന്മാർ കോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് തന്നെ തെളിയിക്കുന്നത് അത് ദൈവവചനമല്ല. നാലാമത്തെ കാരണം, സഭാ പിതാക്കന്മാരോ സഭാ ചരിത്രത്തിലെ കൗൺസിലുകളോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 1546 വരെ സഭാ ചരിത്രത്തിലെ കൗൺസിലുകളോ വേദപുസ്തകം കൂടാതെ അപ്പോക്രിഫ പുസ്തകങ്ങൾ വേദപുസ്തകത്തിന്റെ ഭാഗമാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ചർച്ച് ഫാദേഴ്സിൽ പല ആളുകളും, ഉദാഹരണം പറഞ്ഞാൽ ഒറിഗൻ, സിറിൽ, യെരുശലേമിൽ സിറിൽ എന്ന് പറയുന്ന സഭാപിതാവ്, അഥനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ്, ഇവരെല്ലാവരും വളരെ ശക്തമായി പറഞ്ഞു അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവചനമായി അംഗീകരിക്കാൻ പാടില്ല എന്ന് ഈ സഭാപിതാക്കന്മാർ ശക്തമായി പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല റോമൻ കത്തോലിക്കയിലെ സ്കോളേഴ്സ് ആയിരിക്കുന്ന പലരും റിഫർമേഷൻ പീരീഡിൽ, നവീകരണ കാലത്ത് വളരെ ശക്തമായി അപ്പോക്രിഫ പുസ്തകങ്ങളെ എതിർക്കുന്നതും അത് ദൈവവചനത്തിന്റെ ഭാഗമായി അംഗീകരിക്കരുതെന്ന് ശക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ലൂതർ അതുപോലെ മറ്റ് നവീകരണകർത്താക്കൾ അപ്പോക്രിഫയുടെ കാനോനിസിറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തിന്? ഞാൻ മുമ്പേ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, not until AD 1546 in a polemical action at the Counter-Reformation Council at Trent did the apocryphal books receive full canonical status by the Roman Catholic Church. വളരെ വ്യക്തമായി നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഇത്രയും കാരണങ്ങളാണ്. എത്രയും കാരണങ്ങളാണ്? ഏറ്റവും അതിപ്രധാനമായ കാരണം, വിശുദ്ധ തിരുവചനം ഈ 66 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആര് പഠിപ്പിക്കുന്നത്? അപ്പോക്രിഫൽ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞപ്പം ഒരു കാര്യം കൂടെ ഓർപ്പിക്കേണ്ടതായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അതിനൊരു ഹിന്റ് അപ്പോക്രിഫൽ പുസ്തകത്തിലുണ്ട്. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലാണ് മരിച്ച പിതാക്കന്മാരുടെ അപരാധങ്ങളെ പൊറുക്കണമേ എന്നൊരു വാചകമുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ അപരാധങ്ങളെ പൊറുക്കണമേ. വേദപുസ്തകം പറയുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ബാക്കി നിങ്ങൾ എന്റെ കൂടെ പൂരിപ്പിച്ചാട്ടെ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും മരിക്കുന്നിടം വരെ, ജീവിച്ചിരിക്കുന്നിടം വരെ ചെയ്ത പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എല്ലാവരെയും ന്യായം വിധിക്കുന്നതെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുമ്പോൾ, അപ്പോക്രിഫ പുസ്തകത്തിൽ പറയുന്നു പൂർവ്വപിതാക്കന്മാരുടെ, മൺമറഞ്ഞുപോയ പൂർവ്വപിതാക്കന്മാരുടെ
അപരാധങ്ങളെ പൊറുക്കണമേ. അതുകൊണ്ട് തന്നെയാണ് ഉപദേശങ്ങളെ, ദുരുപദേശങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അപ്പോക്രിഫ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് റോമൻ കത്തോലിക്ക സഭ ഇന്നും ഈ പുസ്തകങ്ങൾ ദൈവവചനമായി അംഗീകരിച്ച് കൊണ്ടു നടക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഒന്ന്, തിരുവചനത്തിലെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി അപ്പോക്രിഫ പഠിപ്പിക്കുന്നു. രണ്ട്, യഹൂദന്മാരിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ യഹൂദ വിശ്വാസികൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. യഹൂദ തത്വചിന്തകന്മാരോ ചരിത്രകാരന്മാരോ അപ്പോക്രിഫയെ വേദപുസ്തകത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല. മൂന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും അവന്റെ ശിഷ്യന്മാരും പഴയ നിയമം ധാരാളമായി കോട്ട് ചെയ്തെഴുതുമ്പോൾ അപ്പോക്രിഫ പുസ്തകത്തിൽ നിന്ന് ഒരു പുള്ളി പോലും കോട്ട് ചെയ്യാതെ അവരതിനെ തഴഞ്ഞിരിക്കുന്നു. 4, സഭാപിതാക്കന്മാരോ സഭാ കൌൺസിലുകളോ അപ്പോക്രിഫയെ ഒരിക്കലും തിരുവചന ഭാഗമായി അംഗീകരിച്ചിട്ടില്ല. ചർച്ച് ഫാദേഴ്സായിരിക്കുന്ന ഒറിഗൺ, അലക്സാണ്ടർ, യെരുശലേമിൽ നിന്നുള്ള സിറിൽ, അതുപോലെ അഥനേഷ്യസ് തുടങ്ങിയ സഭാപിതാക്കന്മാർ അപ്പോക്രിഫ ദൈവവചനമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, റോമൻ കത്തോലിക്ക സഭയിലെ സ്കോളേഴ്സ് നവീകരണ കാലത്ത് അവരെഴുന്നേറ്റ് പറഞ്ഞു 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവചനം മാത്രമായിരിക്കണം എല്ലാ ക്രിസ്ത്യാനികളുടെയും ആധികാരിക ഗ്രന്ഥമെന്ന് അവർ പറയുവാനിടയായി. മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള നവീകരണകർത്താക്കൾ ശക്തമായി വിളിച്ചു പറഞ്ഞു വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ മാത്രമല്ല 1546 വരെ റോമൻ കത്തോലിക്ക വിശ്വാസികളും അപ്പോക്രിഫ പുസ്തകത്തെ തള്ളിക്കളഞ്ഞിരുന്നു. തിരുവചനത്തിൽ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് അപ്പോക്രിഫ അംഗീകരിക്കുന്ന കത്തോലിക്ക വിശ്വാസികളും അതിന്റെ നേതാക്കന്മാരും പുരോഹിതന്മാരും തുറന്ന് സമ്മതിച്ചിരുന്നു. ഞാൻ സന്തോഷിക്കുന്നു. വിശുദ്ധ തിരുവചനം അന്ന് 1-ാം നൂറ്റാണ്ട് മുതൽ, എന്തിന് പഴയ നിയമം ഉൾപ്പെടെയാണെങ്കിൽ തിരുവചനം എഴുതപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ 66 പുസ്തകങ്ങളെ ഒരൊറ്റ മനുഷ്യൻ ചോദ്യം ചെയ്തിട്ടില്ല. വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇടയ്ക്ക് കയറി വന്ന അപ്പോക്രിഫ പുസ്തകങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ളതല്ലാതെ ഈ 66 പുസ്തകങ്ങളെ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യനും ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ആധികാരികമാണ് ഈ 66 പുസ്തകങ്ങൾ. വേദപുസ്തകം കരങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അത് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്, ആരും അത് മാറ്റിവെക്കരുത്. വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഈ 66 പുസ്തകങ്ങൾ ദൈവശ്വാസ്യമായി 66 പുസ്തകങ്ങൾ ദൈവം നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമായി, വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനമായി നമുക്ക് മെഷറിംഗ് റോഡായി നൽകി തന്നതിനായി വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുന്നു, കർത്താവേ, ഇതിന്റെ സത്യം ഒന്ന് ഗ്രഹിച്ചറിയാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. ഇല്ലായിരുന്നെങ്കിൽ അബദ്ധത്തിൽ ഇന്നും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേനെ. ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ഇന്നും പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് പാപമോചന ചീട്ട് വാങ്ങിയേനെ. എല്ലായിരുന്നെങ്കിൽ ഇന്നും അബദ്ധത്തിൽ എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് പുണ്യം നേടാമെന്ന് ഞാൻ വിശ്വസിച്ചേനെ. എനിക്ക് അതിന്റെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടാതെ വന്നേനെ. കാരണം ആ പുസ്തകങ്ങളോട് അംഗീകരിച്ചെങ്കിൽ അതിലും വാചകങ്ങൾ ഉണ്ടല്ലോ എന്ന് തത്തിപ്പിടിച്ച് ഓരോരുത്തരും നിന്നേനെ. എന്നാൽ 66 പുസ്തകങ്ങൾ മാത്രമേ ദൈവവചനമായിട്ടുള്ളൂ എന്ന് അങ്ങയുടെ വിശുദ്ധ ദാസന്മാർക്ക് ദൈവം തമ്പുരാൻ തെളിയിച്ചു കൊടുത്തതിനായി, വെളിപ്പെടുത്തി കൊടുത്തതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംശയമുണ്ടെങ്കിലും എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിൽ, എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല എങ്കിൽ, ഏതെങ്കിലും വിഷയത്തിന്റെ മുൻപാകെ എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ അതെല്ലാം ഒരു വിവാദവും കൂടാതെ, ഒരു സംശയവും കൂടാതെ ഈ 66 പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളുടെ പോക്കിന്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്, നിങ്ങളുടെ ജീവിതത്തിന്റെ രീതികൾക്ക് നിങ്ങൾ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗൈഡ് ലൈൻ, ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ്, ദ മെഷറിംഗ് റോഡ്, എല്ലാ കാര്യങ്ങളും ഈ വേദപുസ്തകത്തിൽ വ്യക്തമായി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ വ്യാഖ്യാനം പോലും കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തക്ക നിലയിൽ ഈ തിരുവചനം സകലതും വ്യക്തമാക്കിയിരിക്കുന്നു.
ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ വേദപുസ്തക ധ്യാനമില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ, തിരുവചനം വായിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, ഈ ആധികാരികതയുള്ള ദൈവശ്വാസ്യതയുള്ള ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവുമുള്ള ഭാഗമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോകാം. ജീവിതം എങ്ങനെ പോകണം? സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാൻ എന്താ വഴി? ജീവിതത്തിൽ ഇന്ന് മരിച്ചാൽ എന്താ സ്ഥിതി? എന്റെ ജീവിതം, എന്റെ ധാർമ്മികമായ ജീവിതം എങ്ങനെ നയിക്കണം? എന്റെ സാമൂഹികമായ ജീവിതം എങ്ങനെ നയിക്കണം? എന്റെ ആത്മീയ ജീവിതം എങ്ങനെ നയിക്കണം? ഈ വിശുദ്ധ തിരുവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള വഴി മാത്രമല്ല, ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല. ഈ വിശുദ്ധ തിരുവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ ഇടപെടണം, നിങ്ങളുടെ ജീവിത രീതി എന്തായിരിക്കണം, നിങ്ങളുടെ ധാർമ്മികത എന്തായിരിക്കണം, സാമൂഹ്യവും രാഷ്ട്രീയവും ആത്മീയവും സകലതും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ തിരുവചനം, വിശുദ്ധ വേദപുസ്തകം. ഇതിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയോടുകൂടെ ഈ ഭാഗം, വിശുദ്ധ തിരുവചനത്തിന്റെ ഭാഗം അവസാനിപ്പിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത ആഴ്ചയിൽ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വേദപുസ്തകത്തിന്റെ ആധികാരികതയാണ്, അല്ലെങ്കിൽ ഇതിന്റെ റിലയബിലിറ്റി. എന്തുകൊണ്ട് വേദപുസ്തകം നമുക്ക് വിശ്വസിക്കാം? എന്തുകൊണ്ട് വേദപുസ്തകം നമുക്ക് വിശ്വസിക്കാം? മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകം, മറ്റ് പുസ്തകങ്ങളെക്കാൾ ഈ പുസ്തകത്തെ എന്തുകൊണ്ട് വിശ്വസിക്കണം? എന്താണ് വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവവിശ്വാസികളായ എല്ലാവർക്കും മനസ്സിലാകണം ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഉറപ്പ് വരണം, എന്ത്? ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കും. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അടുത്ത ആഴ്ച പഠിപ്പിക്കുന്നത് ഇത് ദൈവത്തിൽ നിന്ന് വന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്. ദൈവത്തിൽ നിന്ന് വന്നു എന്നുള്ളതിന്റെ തെളിവുകൾ. എന്തുകൊണ്ട് ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്നു എന്നുള്ളത് അതിന്റെ ആധികാരികത എന്താണെന്ന് അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 7:30 മണിക്ക് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയുമാകയാൽ ദൈവം ഉള്ളത്തിൽ